ആൻസേഴ്സിന് നമസ്കാരം. കേരള കത്തോലിക്ക സഭയിലെ അഭിമാന താരം ഫാരിദ് സഫയുടെ നക്ഷത്രം വിശുദ്ധ അൽഫോൻസാമ്മയെ കുറിച്ച് ഏതാനും ചില വാക്കുകൾ പറയുന്നു. ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷവും അഭിമാനമുണ്ട്. മുട്ടത്ത് പാടത്ത് ഔസേപ്പിന്റെയും മറിയത്തിന്റെയും 4ാമത്തെ സന്താനമായി 1910 ഓഗസ്റ്റ് മാസം 19 ജനിച്ച അന്നക്കുട്ടിയാണ് ഭാരത നാട്ടിലെ ആദ്യ വിശുദ്ധ എന്നറിയപ്പെടുന്ന വിശുദ്ധ അൽഫോൻസാമ്മ. വിശുദ്ധ കൊച്ചുത്രേസ്യയെ പോലെ യേശുവിന് ജീവിതാർപ്പണം ചെയ്യുവാനായിരുന്നു ഭരണജ്ഞാനത്തെ പൊട്ടിവിടർന്ന അന്നക്കുട്ടി എന്ന ചെറുപ്പത്തിന്റെ ആഗ്രഹം. കൊച്ചു കൊച്ചു സഹായങ്ങൾ, പ്രാർത്ഥനകൾ, സുഹൃതങ്ങൾ തുടങ്ങിയ തീർത്തും ലളിതമായ ജീവിതശൈലിയിലൂടെ സ്നേഹം, ത്യാഗം, സേവനം, സഹനം എന്നതായിരുന്നു അൽഫോൻസാമ്മയുടെ മുദ്രാവാക്യം. 1946 ജൂലൈ 28 ഈശോ മറിയം ഔസേപ്പെ എന്നുരുവിട്ടുകൊണ്ട് തന്റെ സഹനബലി പൂർത്തിയാക്കിയ അൽഫോൻസാമ്മ ഇന്ന് ബലിപീഠത്തിങ്കൽ വണങ്ങപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഒരു സമൂഹത്തെ മുഴുവൻ കാർന്നു തിന്നാൻ പോകുന്ന വിധം സമൂഹത്തിന്റെ അടിത്തട്ട് വരെ ആഴത്തിൽ വേരിറക്കി സമൂഹത്തിന്റെ ചോരയും ഊറ്റിക്കുടിക്കുന്ന മാഫിയകൾ തഴച്ചു വളർന്നു നിന്ന സമൂഹത്തിൽ ഏവർക്കും ദുഷ്കരമായ സഹനബാധ സ്വീകരിച്ച അൽഫോൻസാമ്മയുടെ ജീവിതം ഏവർക്കും നല്ലൊരു മാതൃകയാണ്. ഈ സഹനങ്ങളെല്ലാം ഈശോയുടെ ഹൃദയത്തിലെ തിരുമുറിവിൽ ഓരോ പുഷ്പങ്ങളായി അൽഫോൻസാമ്മ കാഴ്ചവെച്ചിരുന്നു. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന ഗാന്ധിജിയുടെ വാക്കുകൾ അൽഫോൻസാമ്മയെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രസക്തമാണ്. ജീവിതത്തിലെ നിസ്സാര കാര്യങ്ങൾ തീക്ഷ്ണമായ ദൈവസ്നേഹത്തെ പ്രതി ചെയ്തുകൊണ്ടും മാനസികവും ശാരീരികവുമായ കഷ്ടതകൾ സഹിച്ചുകൊണ്ടും ജീവിതം ബലിയായി സമർപ്പിച്ച അൽഫോൻസാമ്മയുടെ മാതൃക നമുക്കും പിന്തുടരാം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്.